ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇവിടെ ആണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 GT2 മൊഡ്യൂൾ 3 നോക്കുന്നത്. ആ മൊഡ്യൂൾ 3 നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ രണ്ടിടത്തും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സിലബസ് ക്വസ്റ്റ്യനും സിലബസും കൊടുത്തിരിക്കുന്നത്. 2019 സ്കീമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് എന്താണ് ഡൗട്ടെന്നും കാര്യങ്ങളും അത് ഞാൻ വേണമെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് വേറൊരു വീഡിയോ ഇട്ട് തരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക, ഞാൻ ചെയ്തേക്കാം. അപ്പം ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന മൊഡ്യൂൾ 3 മൊഡ്യൂൾ 3 നമ്മൾ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. പിന്നെ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസും ആ പ്രോബ്ലം ചെയ്യുന്ന സ്റ്റെപ്സുകളും. ഒരുപാട് പ്രോബ്ലംസ് ഒന്നും ചെയ്യത്തില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട, അതായത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയത്തുള്ളൂ. തിയറി പോർഷൻസ് ഒക്കെ നിങ്ങൾ വേറെ റെഫർ ചെയ്ത്, അതായത് നിങ്ങളെ നോട്ട്സ് റെഫർ ചെയ്ത് പഠിക്കുക. നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ KTUവിൻ്റെ നോട്ട്സ് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നോട്ട്സ് വേണം, അതായത് തിയറി പോർഷൻസിൻ്റെ നോട്ട്സ് വേണം വീഡിയോ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടേക്കാം. അപ്പം നമ്മൾ ഇവിടെ പഠിക്കുന്ന മൊഡ്യൂൾ 3 പഠിക്കുന്ന 3 കാര്യങ്ങളാണ് വരുന്നത്. അതായത് സെറ്റിൽമെൻറ്റ്, ഫൂട്ടിങ്, റാഫ്റ്റ് ഫൗണ്ടേഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 2 പോർഷൻസ് ആയിരിക്കും. അതായത് 16 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നത്. ഫസ്റ്റ് ഒരു പോർഷനും കാണും, സെക്കൻഡ് ഒരു പോർഷനും കാണും. അപ്പോൾ ഈ 14 മാർക്കിൻ്റെ ഫസ്റ്റ് പോർഷനിൽ ഇവിടെ എന്തായാലും സെറ്റിൽമെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ സെറ്റിൽമെൻറ്റ് നിങ്ങൾ നന്നായിട്ട് അങ്ങ് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ 16 മാർക്കും കിട്ടും, അതെല്ലാം റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ. സെക്കൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷനും ഫൂട്ടിങ്ങിനെയും പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. മനസ്സിലായി? അതിൻ്റെ തിയറി പോർഷനും അതിൻ്റെ ഡിസൈൻ പ്രൊസീജിയേഴ്സും ആ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റിൽമെൻറ്റിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇതിനകത്താണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ടോട്ടൽ സെറ്റിൽമെൻറ്റാണ്. അപ്പം ടോട്ടൽ സെറ്റിൽമെൻറ്റ് കാണാൻ പറ്റുമല്ലോ. ടോട്ടൽ സെറ്റിൽമെൻറ്റിനകത്ത് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇത്. അതായത് ടോട്ടൽ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ SI + SC + SS എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ തിയറി പോർഷൻ എല്ലാം നിങ്ങൾ റെഫർ ചെയ്യണം. സെറ്റിൽമെൻറ്റ് എന്താണെന്നും സെറ്റിൽമെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോക്കിയേക്കണം. കോസസ് ഓഫ് സെറ്റിൽമെൻറ്റ് ഒക്കെ 3 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതെല്ലാം നിങ്ങൾ നോക്കിയേക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്ന സെറ്റിൽമെൻറ്റ്. അപ്പം ടോട്ടൽ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതിനകത്ത് ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ്, അതായത് SI എന്ന് പറയുന്നത് എന്താ, ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റാണ്. രണ്ടാമത്തത് SC എന്ന് പറയുന്നത് എന്താ, പ്രൈമറി കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റാണ്. SS എന്ന് പറയുന്നത് എന്താ, സെക്കൻഡറി ഈ കൺസോൾട്ടേഷനൊക്കെ നമ്മളാണെങ്കിൽ GT1 റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതെന്താ കൺസോൾട്ടേഷനും കാര്യങ്ങളും ഈ തിയറി പോർഷനെല്ലാം നിങ്ങൾ നോക്കിയേക്കണേ. സെറ്റിൽമെൻറ്റിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി നമുക്ക് പോകേണ്ടത് ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റാണ്. എസ്റ്റിമേഷൻ, നമുക്കിനി പഠിക്കാനുള്ള എസ്റ്റിമേഷൻ ഓഫ് ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കുന്നത്. അപ്പം അത് നോക്കാം. ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ഓർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചർ. അതായത് ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഇത് ചെയ്യുന്നതിനാണ് ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് കോസി സോയിലിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഇതാണ് ആ ഇക്വേഷൻ. Q എന്ന് പറയുന്നത് എന്താ, നെറ്റ് ഫൗണ്ടേഷൻ പ്രഷർ. B എന്ന് പറയുന്നത് Q ഇൻറ്റു B ആണ്. B എന്ന് പറയുന്നത് ലീസ്റ്റ് ലാറ്ററൽ ഡൈമെൻഷൻ ഓഫ് ദ ഫൂട്ടിങ്. മ്യൂ എന്ന് പറയുന്നത് എന്താ, പോയിസൺസ് റേഷ്യോ ക്വസ്റ്റ്യന് തരും, യങ്സ് മോഡുലസ് ക്വസ്റ്റ്യന് തരും, ഇൻഫ്ലുവൻസ് ഫാക്ടർ ഡിപ്പെൻഡിങ് ഓൺ ഷേപ്പ് ആൻഡ് റിജിൻ, ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യന് തരുന്നതാണ്. അപ്പം ഇവിടെ ഒരു ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം അതിനകത്ത് പറയുന്നത് നമുക്ക് റെക്റ്റാങ്കുലർ ഫൂട്ടിൻ്റെ സൈസ് തന്നിട്ടുണ്ട്, കോളം ലോഡ് തന്നിട്ടുണ്ട്, ഫൂട്ടിംഗ് റെസ്റ്റ് ഓഫ് കോസി സോയിൽ ആണെന്ന് പറയുന്നുണ്ട്, 6 മീറ്റർ തിക്കാണെന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് Q മാത്രമേ ഉള്ളൂ. നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മളാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പറഞ്ഞതാ, തന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ Q തന്നിട്ടുണ്ടെങ്കിൽ സ്മാൾ q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ. അപ്പം ഇവിടെ എങ്ങനെയാണ് Q കണ്ടുപിടിക്കാൻ, ലോഡ് ബൈ ഏരിയ ആണെന്ന് നമുക്കറിയാം.
ഇല്ലേ? ലോഡ് ബൈ ഏരിയ. ക്യൂ എന്ന് പറയുന്നത് എന്താ? നെറ്റ് ഫൗണ്ടേഷൻ പ്രഷർ. നെറ്റ് ഫൗണ്ടേഷൻ പ്രഷർ എന്ന് പറയുന്നത് ലോഡ് ബൈ ഏരിയ ആണെന്ന്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി? അത് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ബാക്കി കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളാണെങ്കിൽ ഈ ഇക്വേഷൻസിലോട്ട് ഇട്ട് കൊടുക്കുക, നമുക്ക് എന്ത് കിട്ടും? ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് കിട്ടും. ഇതാണ് ഈ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ, ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും ചോദിക്കത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് പഠിക്കാനുള്ളത് ഇനി ഇതാ IS പ്ലെയിൻ ലോ ടെസ്റ്റ് ചോദിക്കും. പ്ലെയിൻ ലോ ടെസ്റ്റിൻ്റെ പ്രൊസീജിയറും യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഇവിടെ വേണ്ട നമ്മുടെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 6 മാർക്കിൻ്റെ പ്രോബ്ലം പോലും ചോദിച്ചിട്ടുള്ളൂ. 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് എന്തെന്ന് പറയുന്നത്? പ്ലെയിൻ ലോ ടെസ്റ്റ് പ്രൊസീജിയറും യൂസസ് ആൻഡ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനിയാണെങ്കിൽ അടുത്തതിലോട്ട് പോവാം. ഇതിനകത്തുനിന്ന് നമ്മളിനി പഠിക്കാൻ പോകുന്നത് റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിനെ പറ്റിയാണ്. റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനും കാര്യങ്ങളുമാണ്. അത് നോക്കാം നമുക്കിനി. അപ്പം റെക്റ്റാങ്കുലർ ഫൂട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ പ്രോബ്ലം. അതായത് ഇതിനകത്ത് തന്നെ ചോദിച്ചിട്ടുമുണ്ട് റെക്റ്റാങ്കുലർ. അപ്പം റെക്റ്റാങ്കുലർ ഫൂട്ടിങ് എന്താണെന്ന് നോക്കിയാലോ. കമ്പൈൻഡ് ഫൂട്ടിങ്ങിന് 2 എണ്ണം ഉണ്ട്. ഏതൊക്കെ? റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങും ഉണ്ട്, ട്രപ്പിസോയിഡൽ ഫൂട്ടിങ്ങും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്കിത് ഈ ഫിഗർ ക്വസ്റ്റ്യനിൽ നേരിട്ടിങ്ങി തരും. ഇതിനകത്തായിരിക്കും നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് ലോഡും ഡിസ്റ്റൻസും എങ്ങനെയൊക്കെയാണെന്നുള്ളത് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസിന് ഇങ്ങനെ ഒരു ഫിഗറിലായിരിക്കും. ചില ക്വസ്റ്റ്യനിൽ നമ്മൾക്കാണെങ്കിൽ അവർ കാര്യങ്ങൾ പറയത്തതേ ഉള്ളൂ, നമ്മൾ ആ ഫിഗർ വരച്ചെടുത്തോണം. എങ്ങനെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാണെന്നും Q1 എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ്, എക്സ്റ്റീരിയർ കോളം എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസിൽ നിന്നാണെന്നും ഇൻറ്റീരിയർ കോളം എത്ര ഡിസ്റ്റൻസ് മാറിയാണെന്നും ഒക്കെ എന്താ നമുക്ക് പറയത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള സ്റ്റെപ്സ് നോക്കാം. അതായത് ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഒരു ഡിസൈൻ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻഡ് ടോട്ടൽ കോളം ലോഡ്. അതായത് നമുക്ക് Q കണ്ടുപിടിക്കണം. ഇതിനകത്തോട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണെന്നുള്ളത് അതായത് കണ്ടുപിടിക്കണം. അതിന് നമുക്കാണെങ്കിൽ ക്വസ്റ്റ്യന് 2 Q1ഉം Q2ഉം തരും. അപ്പം Q കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബേസ് ഏരിയ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? ടോട്ടൽ ലോഡുണ്ട്, QA, അതായത് അലോവബിൾ സോയിൽ പ്രഷർ എന്തെന്ന് പറയുന്നത് QA എന്ന് പറയുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ടെങ്കിൽ തരും. ഫൂട്ടിങ്ങിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ടോട്ടൽ ലോഡ് വേണം, ടോട്ടൽ കോളം ലോഡ് വേണം, അലോവബിൾ സോയിൽ പ്രഷർ വേണം. ഈ അലോവബിൾ സോയിൽ പ്രഷർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ടോട്ടൽ ലോഡ് നമ്മൾ കണ്ടുപിടിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് റിസൾട്ടൻറ്റ് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്തെടുക്കണം? മൊമെൻ്റ് എടുക്കണം. അതായത് Q വെച്ചിട്ടുള്ള മൊമെൻ്റ്. അതായത് Q എവിടെ ആക്ട് ചെയ്യുന്നത്? ഇവിടെയല്ല Q ആക്ട് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടുള്ള മൊമെൻ്റ് നമുക്ക് കണ്ടുപിടിച്ചൂടെ. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. x bar is equal to Q2 into x2 by Q എന്നുള്ള ഇത് വെച്ചിട്ട്. അതായത് x bar കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യാം? Q2 into x2 by Q. മൊമെൻ്റ് എടുക്കുന്ന എവിടുന്ന? റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ മൊമെൻ്റ് Q2, അതായത് ഇൻറ്റീരിയർ ലോഡിൻ്റെ മൊമെൻ്റ് ഇൻറ്റു x2ൻ്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. അതായത് Q2 മുതൽ Q1 വരെ ഉള്ളതാ എന്തെന്ന് പറയുന്നത്? x2ൻ്റെ നീളം എന്ന് പറയുന്നത്. എന്നിട്ട് ടോട്ടൽ ലോഡ്. ഇത് മൊമെൻ്റ് എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചേക്കോ. അപ്പം അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് ഇതെന്ന് പറയുന്നത് ഇത് ഏത് തിയറം വെച്ചിട്ടാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാരിഗൻസ് തിയറം ഉണ്ട്. നമ്മൾ മെക്കാനിക്സിൽ പഠിക്കുന്ന വാരിഗൻസ് തിയറത്തിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ആ ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം, ടോട്ടൽ ലെങ്ത്. അപ്പം നമുക്ക് x ബാർ അറിയാം. നമ്മൾ x ബാർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. B1 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. B1 ക്വസ്റ്റ്യന് തരും. അതായത് വിത്ത് ഓഫ് ദി എക്സ്റ്റീരിയർ കോളം B1 എന്ന് പറയുന്നത്. എക്സ്റ്റീരിയർ കോളത്തിൻ്റെ B1 നമ്മൾ എടുക്കണ്ട. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ബിത്ത് ഓഫ് ദി കോളം ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? വിത്ത്. ഒരെണ്ണത്തിൻ്റെ വിത്താ തന്നേക്കുന്നത്.
എക്സ്റ്റീരിയറിന്റെ വിട്ടാണ് തന്നേക്കുന്നത്. നമുക്ക് ആ ഒരു കോളത്തിന്റെ മൊത്തത്തിലുള്ള വിട്ട് നമുക്ക് അറിയത്തില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ടോട്ടൽ ഏരിയ നമ്മൾ ബേസ് ഏരിയ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? നമുക്ക് ലെങ്ത് ഓഫ് ദ ഫൂട്ടിങ്ങും കിട്ടി. ഏരിയയും ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതായത് റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് അല്ലേ? റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നെങ്കിൽ ബി ഇൻറ്റു എൽ അല്ലേ? അപ്പം നമുക്ക് എയും എല്ലും ഏരിയയും ലെങ്തും ഉണ്ടെങ്കിൽ നമുക്ക് ബി കണ്ടുപിടിച്ചുകൂടെ? അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ സോയിലിന് വേണ്ട ആക്ച്വൽ സോയിൽ പ്രഷർ വേണം. നമുക്ക് അലോബിൾ സോയിൽ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ലോഡ് എല്ലാം കൂടെ അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഉള്ള സോയിൽ പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ എ നോട്ട് കണ്ടുപിടിച്ച്. എ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് മേളിൽ. അത് വെച്ചിട്ട് ഇത് ചെയ്യണം. മനസ്സിലായോ? അത്രയുമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത്. ഇവിടുത്തെ എ നോട്ട് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ന്യൂ ഏരിയ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ന്യൂ ഏരിയ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൽ ഇൻറ്റു ബി വെച്ചിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ന്യൂ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾക്ക് അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് എഴുതിയിട്ടില്ലേ. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ പ്രഷർ പെർ വിത്ത് കണ്ടുപിടിക്കണം. വിത്തിൻ്റെ കേസിൽ ആക്ച്വൽ പ്രഷർ എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ ആണെങ്കിൽ ന്യൂ ഏരിയ കിട്ടിയിട്ടുണ്ടല്ലോ. ആ ന്യൂ ഏരിയയെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മുടെ ഈ വിത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ പ്രഷർ പെർ വിത്ത്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഷിയർ ഫോഴ്സും ബെൻഡിങ് ഡയഗ്രാം മൊമെൻറ്റും വരയ്ക്കുന്നത്. ഇവിടെ തന്നപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ബേസിക് സ്റ്റെപ്പിൽ നിങ്ങൾ അങ്ങ് ചെയ്തു പോയാൽ മതി. ആദ്യം നമ്മൾ എന്തെടുക്കും? മറ്റൊരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം ഇതിനകത്ത് കൊടുത്തിട്ട് ക്വസ്റ്റ്യനകത്തൊന്നും ഈ ഇതുപോലൊരു ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് ചെയ്യാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇത് മെയ് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് റെക്റ്റാങ്കിൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് 2 കോളംസ് തന്നിട്ടുണ്ട് 250 മീറ്ററിൽ. അതിൻ്റെ ലോഡ് എത്രയൊക്കെയായി? 850 കിലോ ന്യൂട്ടവും 1080 കിലോ. അപ്പം നമുക്ക് മറ്റേ ഡയഗ്രാം വെച്ചിട്ട് വരച്ചുകൂടെ? ഇവിടെ രണ്ടിടത്തും 2 ലോഡ് Q1 Q2 850 1050 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ വരച്ചു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് B1 ഉം B2. B1 ആണ് ഈ തന്നിരിക്കുന്നത് സൈസ് B1. എന്നിട്ട് അടുത്ത് നമ്മുടെ പറയുന്നുണ്ട് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോളം. അതായത് Q1 ഉം Q2 അതായത് X2 എന്ന് പറയുന്നത് എത്ര ആണെന്ന്? 3.8 ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ സ്പാനിങ് തന്നിട്ടുണ്ട്. ക്ലിയർ സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത്, അതായത് ലോഡ് ഈ സെന്ററിൽ നിന്നും ഈ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, അതായത് ഈ സെന്ററിൽ നിന്നും ഈ സെന്റർ വരെ എത്ര ആണെന്ന് തന്നിട്ടുണ്ട്? 0.125 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ ലോഡ് കണ്ടുപിടിച്ചൂടെ? Q = Q1 + Q2 വെച്ചിട്ട് നമ്മുടെ സ്റ്റെപ്പ് അനുസരിച്ച്. അപ്പം നമുക്ക് അത് കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ബേസ് ഏരിയ കണ്ടുപിടിക്കണം. ബേസ് ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ബേസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചേ. ഇനി ലൊക്കേഷൻ ഓഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. അതായത് മൊമെൻ്റ് എടുക്കണം. Q2 നമുക്കറിയാം, X2/Q അറിയാം. X2 നമ്മൾ തന്നിട്ടുണ്ട് നമുക്ക്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 3.8 ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഇതും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഫൂട്ടിങ് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഫൂട്ടിങ് എന്ന് പറയുന്നത് 2 × X ബാർ + B1/B2 വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എൽ ലെങ്ത് അറിയാം, X ബാർ അറിയാം. X ബാർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വിത്ത് അറിയാം. വിത്ത് B1 നമുക്ക് 250 ആണെന്ന് തന്നിട്ടുണ്ട്. അത് സെൻറ്റിമീറ്ററിൽ എന്തോ നടക്കുന്നത്, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതിക്കോണം 0.25. ഇനി വിത്ത് ഓഫ് ദ ഫൂട്ടിങ്. വിത്ത് ഓഫ് ദ ഫൂട്ടിങ് എന്ന് പറയുന്നത് എന്താ? A/L. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആക്ച്വൽ പ്രഷർ കണ്ടുപിടിച്ചൂടെ? A0 നമുക്ക് എങ്ങനെ കിട്ടും? ഈ L × B വെച്ചിട്ട് നമുക്ക് ന്യൂ ഏരിയ കണ്ടുപിടിക്കാം. ന്യൂ ഏരിയ കിട്ടും. ഇനി നമ്മൾ പറഞ്ഞ് ലാസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ എന്തും കൂടെ ചെയ്യണം? ആക്ച്വൽ പ്രഷർ പെർ വിഡ്ത്തും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം അത് നമ്മൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് SFDയും BMDയും വരച്ചൂടെ?
എസ് എഫ് ഡിയും ബി എം ഡിയും വരച്ചൂടെ? അപ്പം എസ് എഫ് ഡിയും ബി എം ഡിയും വരയ്ക്കാനുള്ള കാൽക്കുലേഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷിയർ ഫോഴ്സ് അറ്റ് എയുടെ കേസിൽ എന്താ? 0. ഇവിടെ ഷിയർ ഫോഴ്സ് ഇല്ലല്ലോ. അപ്പം എയുടെ കേസിൽ 0. ഇനി നമ്മൾക്ക് എടുക്കേണ്ട ഏത് കേസാണ്? ബിയുടെ കേസിലാണ് എടുക്കേണ്ടത്. ബിയുടെ കേസിൽ എടുക്കുമ്പം അവിടുത്തെ നമ്മൾ മുകളിലത്തെ സ്റ്റെപ്പ് നോക്കണം. സ്റ്റെപ്പ് നോക്കി എങ്ങനെയാണെന്നുള്ളത് അത് ചെയ്യുന്ന രീതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ചെയ്യാൻ നോക്കിയാൽ മതി. ഇനി ഡിസ്റ്റൻസ് ഇൻറ്റു യു ഡി എൽ. ബിയുടെ കേസ് എന്ന് പറയുന്നത് ഇതാ. ബി ഇതല്ലേ? അപ്പം ഡിസ്റ്റൻസ് എത്ര? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള 0.25. ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാ? യു ഡി എൽ എത്രയാ? 850. 850 ഇൻറ്റു 0.125 അല്ലേ ഇവിടുത്തെ മൊമെൻ്റ് എന്ന് ഇതെന്ന് പറയുന്നത്. അതായത് ഇങ്ങനല്ലേ നമ്മൾ എടുക്കുന്നത്? ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഇൻറ്റു യു ഡി എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പോയിന്റ് ലോഡ്, അതായത് ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഒരു പോയിന്റ് ലോഡാണ് തന്നിരിക്കുന്നത്. അതിന് നമ്മളാണെങ്കിൽ യു ഡി എൽ ടു പോയിന്റ് ലോഡ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ W, അതായത് അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യണം. അപ്പം 850 ഇൻറ്റു 0.125 അത് നമുക്ക് കിട്ടി. അത് കിട്ടി. അപ്പം നമുക്ക് ഇത്രയാണെന്ന് കിട്ടി. ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ കണ്ടുപിടിച്ചേക്ക്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റൈറ്റ് സൈഡിലെ കണ്ടുപിടിക്കണം. റൈറ്റ് സൈഡിലെന്ന് പറയുമ്പം നമുക്ക് നിങ്ങൾ ഇത് ഓർത്ത് വെച്ചിരിക്കാൻ വേണ്ടി ഓർക്കേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൺ എന്നുള്ളൊരു ഇത് ഉപയോഗിച്ചാൽ മതി. റൈറ്റ് സൈഡിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ റൈറ്റ് സൈഡ് അപ്വേർഡിൽ നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായി? റൈറ്റ് സൈഡ് അപ്വേർഡ് പോർഷൻ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇവിടെ എങ്ങനെയായിരിക്കും വരുന്നത്? റൈറ്റ് സൈഡല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പം റൈറ്റ് സൈഡ് നമുക്ക് അവിടുത്തെ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കിട്ടി. അതേ മൈനസ് അപ്വേർഡ് ഡയറക്ഷൻ ആണ്. അപ്പോൾ അവിടെ എന്താ? നെഗറ്റീവ് എന്നുള്ള രീതിയിൽ എടുക്കണം. അപ്പോൾ ഇത് കിട്ടിയല്ലോ. ഇനി അടുത്തത് ഡി പോർഷനിലെ കണ്ടുപിടിക്കണം. ഡി പോർഷനിലെ ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഡി പോർഷനിലെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 426.96 ഇൻറ്റു 3.8 മുകളിലത്തെ സ്റ്റെപ്പ് നോക്കി അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇതെന്തൊക്കെയാണ് എടുത്തേക്കുന്നതെന്നും എല്ലാം ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് ചെയ്ത് നോക്കണേ. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ഇയിലെ കണ്ടുപിടിക്കണം. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെയാണ് എടുത്തേക്കുന്നതെന്നുള്ളതും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി. എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇതിൻ്റെ ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും ഇവിടെ വരച്ചേക്കുന്നതും എല്ലാം ഞാൻ മുകളിൽ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കി പോർഷൻ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. അപ്പം ഇത് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാനത് എങ്ങനെയാണ് വന്നതെന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കാം. അപ്പം വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ഫ്രണ്ട്സിലേക്കെല്ലാം എത്തിക്കണം മാക്സിമം. അപ്പം താങ്ക് യു.